ഹലോ, ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് ജസ്റ്റ് നോക്കാം. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. Aromatic hydrocarbons are specialized cyclic compounds which are known for their characteristic unique smell. എന്താണ് പറയുന്നത്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഇത്തരം സ്പെഷ്യലൈസ്ഡ് സൈക്ലിക് കോമ്പൗണ്ട്സിന് ഒരു ക്യാരക്ടറിസ്റ്റിക് യുണീക്ക് സ്മെല്ലുണ്ട്. അതായത് യുണീക്ക് സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിനുണ്ടാവുക. അപ്പോൾ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ആരോമ അല്ലേ? അപ്പോൾ ഇത്തരം ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നല്ലൊരു അരോമ ഉള്ളതുകൊണ്ട് ഇത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്നത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നാണ്. മാത്രമല്ല ഈ ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ, ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? അറീൻസ് എന്നും വിളിക്കാം. ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾസോ കോൾഡ് അറീൻസ്. പിന്നെ ഈ അരോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കിൽ പ്ലസൻറ്റ് സ്മെല്ല് എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. ഇനി നമുക്ക് ഇത്തരം ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ബെൻസീൻ റിംഗ് ഉണ്ട്, നാഫ്തലീൻ ഉണ്ട്, ആന്ത്രസീൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സിലേക്ക് നമുക്ക് പോകാം. ഇവിടെ 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് സച്ച് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ബെൻസീൻ റിംഗ്. അതായത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് കോമ്പൗണ്ട്സും ബെൻസീൻ റിങ്ങിലാണ് കാണുന്നത്. നമുക്കറിയാം ടോളീനും അനിലിനൊക്കെ. ഈ ടോളീൻ ബെൻസീൻ റിങ് വിത്ത് CH3 അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഈ ഹൈഡ്രോ കാർബൺ ബെൻസീൻ പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? അനിലിനാണ്. അപ്പോൾ അനിലിനും ബെൻസീൻ റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? മോസ്റ്റ് ഓഫ് സച്ച് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ബെൻസീൻ റിംഗ്. ഇത് മാത്രമല്ല, ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ്, benzene is highly unsaturated, but in a majority of reactions of aromatic compounds, the unsaturation of benzene ring is retained. അതായത് ഈ ബെൻസീൻ എന്ന് പറയുന്നത് ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെ ഈ ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഈ റിയാക്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ആ അൺസാച്ചുറേഷനിൽ ചെറിയൊരു വേരിയേഷൻ വരാം. പക്ഷേ ഇത് പറയുന്നത് മെജോറിറ്റി ഓഫ് റിയാക്ഷനിലും ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, അതായത് ബെൻസീൻ്റെ ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ബെൻസീനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരമാവധി അത് എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു അൺസാച്ചുറേഷൻ റീറ്റെയിൻ ചെയ്യും. ഈ അൺസാച്ചുറേഷൻ അത് നിലനിർത്തുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന അടുത്ത പോയിന്റ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഇൻ വിച്ച് ബെൻസീൻ റിംഗ് ഇസ് നോട്ട് പ്രസൻറ്റ്. അതായത് നമ്മൾ പരിചയപ്പെടാനാണ് പോകുന്നത്. അതായത് ബെൻസീൻ റിംഗ് പ്രസൻ്റ് അല്ലാത്ത ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഫസ്റ്റ് വൺ സൈക്ലോപ്രൊപ്പീനിയം അയോൺ. സെക്കൻഡ് വൺ സൈക്ലോപെൻറ്റാഡൈനൈൽ അയോൺ ഉണ്ട്. തേർഡ് വൺ പിരിഡിൻ ഉണ്ട്. ഫോർത്ത് വൺ പൈറോൾ. ഫിഫ്ത്ത് വൺ ഫ്യൂറാൻ ആൻഡ് സിക്സ്ത് വൺ തയോഫീൻ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് തന്നത്? ഇത്രയും എക്സാമ്പിൾ ബെൻസീൻ റിംഗ് പ്രസൻ്റ് അല്ലാത്ത ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ്. മാത്രമല്ല ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് നോൺ ബെൻസീനോയിഡ്സ് എന്ന്. നോൺ ബെൻസീനോയിഡ്സ് എന്ന് വിളിക്കാനുള്ള കാരണം ഇതിലൊന്നും ബെൻസീൻ റിംഗ് പ്രസൻ്റ് അല്ല. ഇനി അടുത്ത പോയിന്റ്, ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ബെൻസീൻ റിംഗ് കോൾഡ് ബെൻസീനോയിഡ്സ്. അതായത് നമ്മൾ എടുക്കുന്ന ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസീനോയിഡ്സ് അഥവാ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്ന്. ആൻഡ് ദോസ് നോട്ട് കണ്ടെയ്നിങ് ബെൻസീൻ റിംഗ് കോൾഡ് നോൺ ബെൻസീനോയിഡ്സ് അല്ലെങ്കിൽ നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്നും വിളിക്കും. അതായത് ബെൻസീൻ റിംഗ് പ്രസൻ്റ് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ ബെൻസീനോയിഡ്സ് എന്നും വിളിക്കും. ബെൻസീൻ റിംഗ് പ്രസൻ്റ് അല്ലാത്ത ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ നോൺ ബെൻസീനോയിഡ്സ് എന്നും വിളിക്കും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സൈക്ലോപ്രൊപ്പീനിയം അയോൺ, അതുപോലെ തന്നെ ഫ്യൂറാന്, തയോഫീന്, ഇതിലൊന്നും എന്തല്ല? ബെൻസീൻ റിംഗ് പ്രസൻ്റ് അല്ല. അപ്പോൾ ഇത്തരം കോമ്പൗണ്ട്സിനെ നമുക്ക് നോൺ ബെൻസീനോയിഡ്സ് എന്ന് വിളിക്കാം. ഇനി ബെൻസീൻ
ബെൻസിനോയിഡ്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അതായത് അനിലിൻ ഉണ്ട്, ടോളിൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഇതൊക്കെ ബെൻസീൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇത്തരം കോമ്പൗണ്ട്സിനെ നമുക്ക് ബെൻസിനോയിഡ്സ് അഥവാ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അടുത്തതായി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഈ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ നോമൻക്ലേച്ചറിനെയും ഐസോമെറിസത്തിനെയും പറ്റിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. Nomenclature and isomerism. All the 6 hydrogens on benzene are same, so it forms only one type of monosubstituted product. But when 2 hydrogens are substituted, 3 different isomers are possible. They are 1,2 or 1,6 called ortho, 1,3 or 1,5 called meta and 1,4 called para substituted compounds. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ഈ ബെൻസീൻ ഇതൊരു ബെൻസീനാണ് അല്ലേ. അപ്പോൾ ഈ ബെൻസീനിൽ 6 ഹൈഡ്രജൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണെന്ന് കൂട്ടിക്കുക. അതായത് CH3 അങ്ങനെ ഏതെങ്കിലും ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ എന്താണ് ഈ കാർബണിൻ്റെ മുകളിൽ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അത് നമുക്കൊരു കോമ്പൗണ്ട്. ഇനി ഐസോമെറിസം പോസിബിൾ ആകണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ അതായത് ഓൾറെഡി ഒരു CH3 ഇവിടെ ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ മുകളിൽ അതായത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ മുകളിൽ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് അവിടെ ഐസോമെറിസം പോസിബിൾ ആണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന ഐസോമെറിസം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പൊസിഷൻസിനെയാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. 1 to 1,6 അങ്ങനെ വരുന്ന സമയത്ത് അത് ഓർത്തോ ഐസോമെറിസം ആയിരിക്കും അത് കാട്ടുക. അതുപോലെ തന്നെ 1,3 1,5 വരുന്ന സമയത്ത് മെറ്റ ആയിരിക്കും. 1,4 പ്ലേസിലാണ് ഈ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് അല്ലേ. ഇവിടെ ഫസ്റ്റ് ഞാനൊരു മീഥൈൽ ബെൻസീനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വരുന്നത് അല്ലേ. അതായത് ഒരു ഒറ്റ ഗ്രൂപ്പ് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മോണോ എന്ന് പറയാം. അത് ഏതിൻ്റെ മോളാണ്? ബെൻസീൻ റിങ്ങിൻ്റെ മോളാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണിത്. അപ്പോൾ ഇതിനെ നെയിമിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CH3 ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്കതിനെ മീഥൈൽ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരു മീഥൈൽ ബെൻസീനാണ്. ഇതിൻ്റെ മുകളിൽ നടക്കുന്ന ഐസോമർസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് 2 കാർബൺ ആറ്റത്തിൻ്റെ മുകളിലും ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് വരികയാണെങ്കിൽ ആ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആ പ്ലേസിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മൾ ആ ഒരു ഐസോമർസത്തിൻ്റെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മീഥൈൽ ബെൻസീൻ്റെ മുകളിൽ ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണ്. ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് 1, 2 ആയിട്ടും നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതിന് 1, 6 പൊസിഷൻ വരുന്ന സമയത്തും അത് ഓർത്തോ ആണ് വരുന്നത്. കണ്ടില്ലേ ഇവിടെ നെയിമിങ് ചെയ്യുന്നത് ഫസ്റ്റ് 1, 2. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പാണ്, സെക്കൻഡ് പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ നെയിം ചെയ്യാം? 1, 2 ഡൈമീഥൈൽ. ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ 1, 2 2 ആകുന്ന സമയത്ത് നമുക്ക് ഡൈ എന്ന് കൊടുക്കാം. 1, 2 ഡൈമീഥൈൽ ബെൻസീൻ. ഓർ അവിടെ തന്നെ നമുക്ക് വേറൊരു സ്ട്രക്ചർ കൂടി പോസിബിൾ ആണ് അല്ലേ. അതായത് 6th പൊസിഷനിലും കൂടി ഈ മീഥൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും മെറ്റാ ഐസോമർസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ വിളിക്കാം? 1,6 ഡൈമീഥൈൽ ബെൻസീൻ. അതായത് ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ബെൻസീൻ റിങ്ങിൻ്റെ മോളാണ് അത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതിനെ 1,6 ഡൈമീഥൈൽ ബെൻസീൻ എന്ന് വിളിക്കാം. ഇതെന്താണ്? ഓർത്തോ പൊസിഷനിലാണ് വന്ന് രണ്ടും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐസോമർസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് മെറ്റ പോസിബിൾ ആണെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1, 2, 3 കണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെറ്റ എന്ന് പറയാം. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 1, 3 പൊസിഷനിലും 1, 5 പൊസിഷനിലും വന്നു കഴിഞ്ഞാൽ മെറ്റ ആണെന്ന്. അപ്പോൾ ഇവിടെ നോക്കാം 1, 2, 3. ഇവിടെ നോക്ക് 1, 3 ഡൈമീഥൈൽ ബെൻസീൻ എന്ന് നെയിമിങ് കൊടുക്കാം നമുക്കിതിന്. അതുപോലെ തന്നെ നേരെ തിരിച്ചും 1, 2, 3 ഇങ്ങനെയും പോസിബിൾ ആണല്ലോ മെറ്റ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പറിങ് കൊടുക്കേണ്ടത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് 1,5 ഡൈമീഥൈൽ ബെൻസീൻ എന്ന് അതിനെ വിളിക്കാം. അതെന്തിന് എക്സാമ്പിളാണ്? മെറ്റ ഐസോമറിസമാണ് അവിടെ കാണുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് കണ്ടോ, CH3 ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് ആ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1, 2, 3, 4 1th പൊസിഷനിലും 4th പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ വിളിക്കാം 1,4 ഡൈമീഥൈൽ ബെൻസീൻ എന്ന്. ഇതെന്താണ്? പാരാ പൊസിഷനിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? ഓർത്തോ കിട്ടി, മെറ്റ കിട്ടി, പാര കിട്ടി. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണല്ലോ. അതായത് 1 to 1,6 പൊസിഷനിൽ വരുന്നത് ഓർത്തോ ആണ്. അതിൻ്റെ പ്രൂഫായിട്ട് കണ്ടോ, 1 to 1,6 പൊസിഷനിൽ വരുന്നത് ഓർത്തോ ആണ്. ആൻഡ് സെക്കൻഡ് വൺ 1, 3, 1, 5 പൊസിഷനിൽ മെറ്റയാണ് വരുന്നത്. ഇവിടെ നോക്ക്, 1, 3 ഉണ്ട്, 1, 5 പൊസിഷനിൽ വരുന്നത് ആരാണ്? മെറ്റ. ലാസ്റ്റ് വൺ എന്താണ്? പാരയാണ്. പാര ഞാൻ പറഞ്ഞു 1, 4. അപ്പോൾ പാരേൻ്റെ കേസിൽ ഒറ്റയൊന്ന് മാത്രമേ വരൂ, നേരെ എതിർവശത്തല്ലേ വരുന്നത്. അപ്പോൾ 1, 4 പൊസിഷനിലാണ് വരുന്നത്. അത്തരം കോമ്പൗണ്ട്സ് പാരാ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഐസോമറിസത്തിനെ പറ്റിയിട്ടും നോമെൻക്ലേച്ചറിനെ പറ്റിയും പറയാനുള്ളത്. താങ്ക് യു.